നമസ്കാരം. വെരി ഗുഡ് മോർണിംഗ്. അമൃത ടിവിയുടെ അമൃത ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. പുത്തൻ പ്രതീക്ഷയുടെ വർഷമാണ്. പലർക്കും ഒരുപാട് സ്വപ്നങ്ങളൊക്കെയുണ്ട്. അതൊക്കെ സത്യമാകട്ടെ. ഈ വർഷം കളറാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. പുതിയ വർഷത്തിലെ വാർത്തകളുമൊക്കെ ഗംഭീരമാകട്ടെ. ഇന്നിപ്പോൾ ലോകമെങ്ങും ന്യൂ ഇയർ ആഘോഷിക്കുന്ന വാർത്തയാണ് പ്രധാനമായും വരുന്നത്. അപ്പോൾ നമുക്ക് വാർത്തകൾ സമഗ്രമായി തന്നെ നോക്കാം. ആദ്യം നമുക്ക് പ്രധാന വാർത്തകളിൽ നിന്ന് തുടങ്ങാം. പുതുവർഷത്തെ വരവേറ്റ് ലോകം. പ്രതീക്ഷയോടെ പുതുവർഷ നിറവിൽ രാജ്യം. പ്രധാന നഗരങ്ങളിൽ ആഘോഷങ്ങൾ കനത്ത ജാഗ്രതയിൽ. സംസ്ഥാനത്ത് വിപുലമായ പുതുവർഷാഘോഷങ്ങൾ. കോവളത്തും ഫോർട്ട് കൊച്ചിയിലും പപ്പാനിയെ കത്തിച്ച് പുതുവർഷത്തെ വരവേറ്റു. എല്ലാ പ്രേക്ഷകർക്കും അമൃത ന്യൂസിന്റെ പുതുവത്സരാശംസകൾ. പുതുവർഷപ്പിറവി വിലയിരുത്തലിനും പരിവർത്തനത്തിനുമുള്ള സമയമാകണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. പരിണാമമാണ് പ്രകൃതിയുടെ നിയമമെന്നും ജീവിതപാതയിൽ മുന്നോട്ടു പോകണമെങ്കിൽ ജീർണതകളെ ഉപേക്ഷിക്കണമെന്നും അമ്മയുടെ പുതുവത്സര സന്ദേശം. ലോകവും ശാന്തിയും സന്തോഷം കളിയാടുന്ന ഒരു പുതുവർഷം. നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് കുറെ കൂടെ അടുക്കുന്ന സാർത്ഥകമായ പുതുവർഷം 2026 സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയട്ടെ. അനുകൃപ മക്കളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പുതുവർഷത്തെ വരവേറ്റ് ശബരിമലയിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന കർപ്പൂരം കൊണ്ടെഴുതി അഗ്നി പകർന്ന സന്നിധാനത്ത് പുതുവത്സരാഘോഷം. പുതുവർഷ പുലരിയിൽ ശബരിമലയിൽ ഭക്തജന തിരക്ക്. കോഴിക്കോട് താമരശ്ശേരിയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ തീപിടുത്തം. 3 നില കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു. തീപിടുത്തമുണ്ടായത് അർദ്ധരാത്രിക്ക് ശേഷം. പുലർച്ചെയോടെ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ല. കായിക പ്രേമികൾക്ക് ആവേശത്തിന്റെ വർഷം. ഫുട്ബോൾ, ക്രിക്കറ്റ് ലോകകപ്പുകൾ മുതൽ ഏഷ്യൻ ഗെയിംസ് വരെ ഇടവേളകളില്ലാതെയുള്ള മത്സരങ്ങൾ. അങ്ങനെ പുതുവർഷം പിറന്നു. 2026 ആദ്യം വരവേറ്റത് പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ കിരിബാത്തിയാണ്. ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചയ്ക്ക് 3:30 ഇവിടെ പുതുവത്സരം പിറന്നത്. 4:30 ന്യൂസിലാൻഡിലും പിന്നാലെ ഓസ്ട്രേലിയയിലും ജപ്പാനും ചൈനയും ഒക്കെ പുതുവർഷത്തെ വരവേറ്റു. ഇപ്പോൾ കാനഡ, മെക്സിക്കോ, US എന്നീ രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിലും പുതുവർഷം പിറക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പുതുവർഷം എത്തുന്നത് അമേരിക്കയിലെ ജനവാസമില്ലാത്ത ബേക്കർ ദ്വീപ്, ഹൗലാൻഡ് ദ്വീപ് എന്നിവിടങ്ങളിലാണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:30 ഇവിടെ പുതുവർഷം പിറക്കുക. വർണ്ണാഭമായ നിമിഷങ്ങളാണ് ലോകമെങ്ങും. നിറഞ്ഞ സന്തോഷത്തോടെ 2026 വരവേൽക്കുകയാണ് ലോകം. ഇനി അമ്മ എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം. പുതുവർഷപ്പിറവി വിലയിരുത്തലിനും പരിവർത്തനത്തിനുമുള്ള സമയമാകണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. പരിണാമമാണ് പ്രകൃതിയുടെ നിയമമെന്നും പുതുവത്സര സന്ദേശത്തിൽ അമ്മ പറഞ്ഞു. ജീവിതപാതയിൽ മുന്നോട്ടു പോകണമെങ്കിൽ ജീർണതകളെ ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥ വസന്തം കടന്നു വരുമെന്ന് അമ്മ പറഞ്ഞു. നമ്മൾ മറ്റൊരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ പ്രകൃതിയിലാകെ സന്തോഷം അലയടിക്കുമല്ലോ. പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളെല്ലാം ആ സന്തോഷത്തിൽ പങ്കുചേരും. അതുപോലത്തെ ഒരവസരമാണ് പുതുവർഷ പറഞ്ഞത്. ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും ആവേശത്തിന്റെയും നിമിഷങ്ങൾ. സന്തോഷം എന്നത് നമ്മുടെ എല്ലാ അവകാശമാണ്. സന്തോഷിക്കുന്നതിലും ആഘോഷിക്കുന്നതിലും
യാതൊരു തെറ്റുമില്ല. മാത്രമല്ല അത് നമ്മുടെ സ്വപ്രതീക്ഷയും ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ സംസ്കാരപൂർണമായ ആഘോഷമാണ് വേണ്ടത്. ആഘോഷത്തോടൊപ്പം അവബോധവും നമുക്ക് ആവശ്യമാണ്. പുതുവർഷപ്പിറവി വിലയിരുത്തുന്നതിനും പരിവർത്തനത്തിനുമുള്ള സമയമാകണം. അപ്പോഴേ അത് നന്മയിലേക്ക് നയിക്കുകയുള്ളൂ. പരിണാമമാണ് പ്രകൃതിയുടെ നിയമം. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം അങ്ങനെ ഋതുക്കൾ ഓരോന്നായി കടന്നു വരുന്നു, ഓരോന്നായി കടന്നു പോവുകയും ചെയ്യുന്നു. ശിശിരം വരുമ്പോൾ വൃക്ഷങ്ങൾ ഇലകൾ പൊഴിച്ചു കളയും. കാരണം അത് പൂർണ്ണകാലത്ത് നിന്നുള്ള ജീർണതകളാണ്. വസന്തം വരുന്നതോടെ പുതിയ നാമ്പുകൾ വളരും. പ്രകൃതി സസ്യശ്യാമളമാകും. എങ്ങും പൂക്കൾ വിരിയും. ഏവർക്കും ഉല്ലാസവും ആനന്ദവും പകരും. അതുപോലെ ജീവിതപാതയിൽ ജൈവപൂർവ്വം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളിലെ ജീർണതകളെ നമ്മൾ ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥ വസന്തം കടന്നു വരും. ബാഹ്യമായ പരിവർത്തനത്തിനോടൊപ്പം ആന്തരികമായ പരിവർത്തനം കൂടി ജീവിതത്തിൽ സംഭവിക്കണം. ആ ആന്തരികമായ പരിവർത്തനമില്ലെങ്കിൽ പുതുവർഷപ്പിറവി അക്കങ്ങളുടെയും അക്ഷരങ്ങളുടെയും മാറ്റം മാത്രമായി തീരും. അത് കഴമ്പില്ലാത്ത കുറെ ആഘോഷം മാത്രമാകും. കലണ്ടറിൽ പുതുവർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും പുതുമയെ ഉദ്ധരിക്കണം. ലോകവും ശാന്തിയും സന്തോഷം കളിയാടുന്ന ഒരു പുതുവർഷം. നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് കുറെ കൂടെ അടുക്കുന്ന സാർത്ഥകമായ പുതുവർഷം 2026 സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയട്ടെ. അനുകൃപ മക്കളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. കൊടും തണുപ്പിലും പുതുവർഷം ആഘോഷമാക്കുകയാണ് രാജ്യ തലസ്ഥാനം. കനത്ത സുരക്ഷയും നിയന്ത്രണവും ഒക്കെയാണ് ഏർപ്പെടുത്തിയിരുന്നത്. അന്തരീക്ഷ താപനില 10 ഡിഗ്രിയിൽ താഴെയാവുകയും മലിനീകരണം വർദ്ധിക്കുകയും ചെയ്തതോടെ പൊതു ഇടങ്ങളിലെ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയിരുന്നു. പ്രതീക്ഷയുടെ 2026 വരവേറ്റ് തിരുവനന്തപുരം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ശംഖുമുഖം, കോവളം ബീച്ചുകളിൽ വിപുലമായ ആഘോഷമാണ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം കനകക്കുന്നിലെ വസന്തോത്സവത്തിൽ ആയിരങ്ങൾ പുതുവർഷത്തെ വരവേൽക്കാൻ ഒത്തുകൂടി. കോവളം കാസ് വില്ലേജിലും പപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവർഷത്തെ വരവേറ്റു. അഭയ ഹിരൺമണിയുടെ സംഗീത നിശയുൾപ്പെടെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, സാധാരണ കൊച്ചിയിലാണ് ഈ പപ്പാഞ്ഞിയൊക്കെ കത്തിക്കുക. ഇത്തവണ തിരുവനന്തപുരംകാരും ആഘോഷം, അതായത് ഈ പുതുവത്സരം അങ്ങ് കളറാക്കി കളഞ്ഞു. എങ്ങനെയായിരുന്നു പരിപാടികളൊക്കെ തിരുവനന്തപുരത്ത്? ഷിജ, ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഏറ്റവും പ്രധാനം തിരുവനന്തപുരവും ആഘോഷ രാവായിരുന്നു ഇന്നലെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം, കോവളം, അതുപോലെ തന്നെ വർക്കല തുടങ്ങി വിവിധ സ്ഥലങ്ങളിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രാഫ്റ്റ് വില്ലേജിൽ സാധാരണ രീതിയിൽ എല്ലാ വർഷങ്ങളിലും ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ നടക്കാറുണ്ട്. ആ ന്യൂ ഇയർ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് കൊച്ചിയിലെ അതേ രീതിയിൽ തന്നെ ഒരു പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് ന്യൂ ഇയറിലേക്ക് കടന്നിരിക്കുന്നത്. എല്ലാ ദോഷങ്ങളും എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറുന്ന രീതിയിൽ അതിനെ അഗ്നിക്കിരയാക്കിക്കൊണ്ട് പുതിയ വർഷത്തെ വരവേൽക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരത്തിലൊരു സിമ്പൽ എന്ന രീതിയിലാണ് പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് ആഘോഷ പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നലെ വലിയ സംഗീത നിശയൊക്കെയാണ് വിവിധ സ്ഥലങ്ങളിലായി ഒരുക്കിയിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരത്തിൽ കനകക്കുന്ന് കനകക്കുന്ന് ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക ആഘോഷ പരിപാടികൾ ഒക്കെയും ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെയാണ് ഈ കോവളത്തും അതുപോലെ തന്നെ വർക്കലയിലും ബീച്ച് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ നടന്നത്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ആഘോഷ പരിപാടികളും കഴിഞ്ഞ ഈ ന്യൂ ഇയർ രാവിലെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. നിരവധി പേരാണ് ഇതിൽ പങ്കെടുത്തത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. അത് പ്രധാനമായും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് പ്രധാനമായും നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. മറ്റൊരു കാര്യമുള്ളത്, മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. എന്ത് തന്നെയായാലും ന്യൂ ഇയർ എല്ലാവർക്കും നല്ലത് വരുന്ന ഒരു കാലം കൂടി ഈ വരുന്ന 2026 എല്ലാവർക്കും നല്ലത് വരുന്ന ഒരു കാര്യം ആകട്ടെ എന്ന ആശംസയാണ് എല്ലാവരും പരസ്പരം ആശംസിച്ചുകൊണ്ടാണ് ന്യൂ ഇയറിലേക്ക് കടന്നത്. അതിനുശേഷം ഈ സംഗീത രാവുകൾ അത് തുടർന്നു പോയി എന്നതാണ്. എന്ത് തന്നെയായാലും 12 മണി വരെ
വലിയൊരു 12 മണിക്ക് ശേഷം ന്യൂ ഇയറിലേക്ക് കടന്ന ആ ഒരു അവസരത്തിൽ വലിയൊരു ആഘോഷമായി തന്നെ തിരുവനന്തപുരത്തു നിന്നും തിരുവനന്തപുരത്തുള്ള ആളുകളും അത് ആഘോഷത്തിൻ്റെ ഒരു വലിയ രാവായി തന്നെ മാറ്റി എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനിയുള്ള ദിവസങ്ങൾ നന്മയുണ്ടാകട്ടെ, ഏറ്റവും കൂടുതൽ നന്മയുള്ള വർഷമായി മാറട്ടെ എന്ന ആശംസകളാണ് പരസ്പരം എല്ലാവരും കൈമാറിയത്. എല്ലാവർക്കും അങ്ങനെ ആകട്ടെ എന്നത് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. രജിത്ത്, ഞാൻ ഒരു വെപ്രാളത്തിൽ ഹാപ്പി ന്യൂ ഇയർ പറയാൻ വിട്ടുപോയി. ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. ഒപ്പം തന്നെ ചോദിക്കുകയാണ്, എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഈ ആഘോഷം അങ്ങ് അതിര് കടക്കുമ്പോൾ ഇത്തവണ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു തയ്യാറെടുപ്പുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ പോലീസുകാരെ സുരക്ഷയ്ക്കായി നഗരത്തിലും മറ്റ് ആഘോഷ പ്രദേശങ്ങളിലും ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയായി വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ 100 കണക്കിന് പോലീസുകാരെയും ഈ ഭാഗങ്ങളിലൊക്കെ വിന്യസിച്ചിരുന്നു. എന്തു തന്നെയായാലും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്ത ഒരു ന്യൂ ഇയറായി മാറി എന്നത് ഏറെ ആശ്വാസകരമാണ്. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വരുന്ന 2026 പിറന്ന 2026 എല്ലാവർക്കും നന്മയുണ്ടാകുന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ശരി രജിത്ത്, എന്തായാലും നമുക്കിനി കൊച്ചിയിലെ കാര്യങ്ങളാണ് അറിയാനുള്ളത്. കൊച്ചിയിൽ നിന്ന് അശ്വതി ചേരുകയാണ്. അശ്വതി, ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് എല്ലാം ഉഷാറായിരുന്നു. കൊച്ചിയിൽ എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? ശ്രീജ, ഹാപ്പി ന്യൂ ഇയർ. ഇന്നലെ കൊച്ചിയിൽ പുതുവത്സര ആഘോഷങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും തന്നെ പലയിടങ്ങളിലായിട്ട് പുതുവത്സര ആഘോഷ പരിപാടികളൊക്കെ സജ്ജീകരിച്ചിരുന്നു. പലയിടങ്ങളിലും DJ പാർട്ടികൾ ഉണ്ടായിരുന്നു. ഈ ഫോർട്ട് കൊച്ചിയിൽ മാത്രമല്ല, ഈ കൊച്ചിയിലെ പലയിടങ്ങളിലായിട്ട്, അതായത് NGO ക്വാർട്ടേഴ്സിൽ, അതുപോലെ തന്നെ കൊച്ചിയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ചെറായിൽ, അങ്ങനെ പലയിടങ്ങളിൽ ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടാണ് എല്ലാവരും തന്നെ ഈ പുതുവർഷം ആഘോഷിച്ചത്. ആ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. നേരത്തെ ഫോർട്ട് കൊച്ചിയിൽ മാത്രമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ. വലിയ രീതിയിലുള്ള DJ പാർട്ടികളും ഈ പപ്പാഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് വ്യാപകമായിട്ട് കൊച്ചിയിലെ പല ഭാഗങ്ങളിലുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള പപ്പാഞ്ഞികൾ ഉണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഓരോ പപ്പാഞ്ഞിയുടെയും രൂപങ്ങളൊക്കെ എന്താണെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷ ഓരോരുത്തർക്കും ഉണ്ടാകും. സാധാരണ എല്ലാവരും പറയുന്നത് പോലെ ഒരു ക്രിസ്തുമസ് പപ്പ, സാന്റാക്ലോസ് അല്ല പപ്പാഞ്ഞി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല രൂപത്തിലുള്ള പപ്പാഞ്ഞികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഓരോ വർഷവും അതിൻ്റെ ഒരു ഉദ്വേഗവുമുണ്ട്. ഇത്തവണയും പല രീതിയിലുള്ള ഇരിക്കുന്നതും നിൽക്കുന്നതുമായിട്ടുള്ള ഒക്കെ പപ്പാഞ്ഞികളായിരുന്നു കൊച്ചിയിൽ മൊത്തം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ 2 പപ്പാഞ്ഞികളെയാണ് കത്തിച്ചത്. അത് വലിയ പ്രത്യേകതയായിരുന്നു. ഇത്തവണ ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണയൊക്കെ 2 പപ്പാഞ്ഞി ഉയർന്നിരുന്നു എങ്കിലും അത് കത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്കൊന്നും പോയിരുന്നില്ല. ഇത്തവണ വെളി ഗ്രൗണ്ടിലും അതുപോലെ തന്നെ പരേഡ് ഗ്രൗണ്ടിലും പപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ, വലിയ ജനക്കൂട്ടം അത് 2 സ്ഥലങ്ങളിലേക്കായിട്ട് പിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മുന്നേ ഉണ്ടായിരുന്ന തിരക്കുകൾ ഉണ്ട് എങ്കിൽ പോലും 2 സ്ഥലത്തും വലിയ രീതിയിലുള്ള ആഘോഷമായിരുന്നു. തൊട്ടടുത്തടുത്ത സ്ഥലങ്ങളാണ് വെളി ഗ്രൗണ്ടും അതുപോലെ തന്നെ പരേഡ് ഗ്രൗണ്ടും. അവിടെ 2 വലിയ ആഘോഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന് ഗാലാഡി ക്ലബിൻ്റെ, അവരുടെ ഒരു നേതൃത്വത്തിലുള്ളതായിരുന്നു മറ്റൊരു പപ്പാഞ്ഞി എന്ന് പറയുന്നത്. അതിൽ ഈ കൊച്ചിൻ കാർണിവൽ പരേഡ് കമ്മിറ്റിയുടെ, അത് കാർണിവൽ കമ്മിറ്റിയാണ്, അതവിടെ ഫോർട്ട് കൊച്ചിയും ഫോർട്ട് കൊച്ചിയിലെ ആളുകളും ഒപ്പം തന്നെ ജനപ്രതിനിധികളും ഒക്കെ ഉൾപ്പെടുന്ന കാർണിവൽ കമ്മിറ്റിയാണ്. അത് പരേഡ് ആയിരുന്നു ഈ പപ്പാഞ്ഞിയെ കത്തിച്ചത്. അതുപോലെ തന്നെ ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിലെ വെളി മൈതാനത്ത്, അങ്ങനെയാണ് 2 ഉണ്ടായിരുന്നത്. ഈ വലിയ നിയന്ത്രണങ്ങളാണ്. ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ചെറിയൊരു ദ്വീപായതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരുപാട് ആളുകൾ ഒരുമിച്ചെത്തുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സാധാരണഗതിയിൽ അതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പാർക്കിംഗ് ഒന്നും തന്നെ അനുവദിച്ചിരുന്നില്ല. 1 മണിയോടുകൂടി തന്നെ പലയിടങ്ങളിലും അവിടേക്ക് പ്രവേശിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടച്ചിരുന്നു. അതിനുശേഷം 12 മണിക്ക് ശേഷമാണ് തിരികെ അത് തുറന്നു കൊടുത്തത്. അതുപോലെ തന്നെ വാട്ടർ മെട്രോയുടെ ഭാഗത്തു നിന്ന് വലിയ സഹകരണം ഉണ്ടായിരുന്നു. വാട്ടർ മെട്രോ അധിക സർവീസുകൾ ഉണ്ടായിരുന്നു. മെട്രോ സർവീസുകളും ഇന്നലെ അധികമായിട്ട് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അതൊക്കെ കൺട്രോൾഡ് ആയിരുന്നു, വളരെ നിയന്ത്രണ വിധേയമായിരുന്നു. കാരണം ഒരു
വാട്ടർ മെട്രോ ആണെങ്കിൽ പോലും ഒരു നിശ്ചിത സമയത്തിന് ശേഷം സർവീസ് നടത്തിയില്ല. പിന്നീട് 12 മണിക്ക് ശേഷം സർവീസ് പുനരാരംഭിച്ചു. അങ്ങനെയാണ് ആ തിരക്കൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ആഘോഷമായിരുന്നു. രണ്ടിടങ്ങളിലും DJ പരിപാടികൾ അടക്കമുണ്ടായിരുന്നു. വിനയ് ഫോർട്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടിടങ്ങളിലും ആഘോഷപൂർവ്വമായിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. അതുപോലെ മറ്റ് പലയിടങ്ങളിലും DJ പാർട്ടികൾ ഒക്കെ ഉണ്ടായിരുന്നു. ചിലത് 9:30 വരെ DJ കയറാൻ അനുവദിച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞ ശേഷം 12 മണിക്ക് മറ്റൊരു തരത്തിലേക്ക്, അങ്ങനെ പല രീതിയിലായിട്ടായിരുന്നു പലയിടങ്ങളിലും. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ വലിയ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാധാരണഗതിയിലൊക്കെ മുൻ ന്യൂ ഇയറുകളിലൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയില്ല. ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും വലിയ രീതിയിലേക്കുള്ളൊരു പ്രശ്നങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പൊതുവെ സമാധാനപരമായിട്ടുള്ളൊരു ന്യൂ ഇയർ ആയിരുന്നു. വലിയ സന്തോഷത്തോടെയുള്ള ആഘോഷ പരിപാടികളായിരുന്നു കൊച്ചിയിലുടനീളം സംഘടിപ്പിച്ചിരുന്നത്. ശ്രീജ, ശരി, അശ്വതി പറഞ്ഞതുപോലെ ഇപ്പോൾ രജിത്ത് നേരത്തെ ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് ഇത്തവണ വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഇങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം, അങ്ങനെ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. പൊതുവേ ഈ കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റ് ജില്ലകളേക്ക് അപേക്ഷിച്ച് ഈ പുതുവത്സരം ഗംഭീരമായിട്ട് തന്നെ അങ്ങ് ആഘോഷിക്കാറുണ്ട്. പോലീസ് നന്നായിട്ട് പണിപ്പെട്ടോ ഇവരെയൊക്കെ ഒന്ന് മെരുക്കിയെടുക്കാൻ? തീർച്ചയായും ശ്രീജ, എനിക്ക് മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ നിയന്ത്രണങ്ങൾ അല്പം കൂടുതലായിരുന്നു എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഈ പോലീസ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നോക്കുമ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ ഒരു 2 മണിയോട് കൂടി അല്ലെങ്കിൽ 3 മണിയോട് കൂടി നിയന്ത്രണങ്ങൾ ആരംഭിച്ചു എന്നുണ്ടെങ്കിൽ ഇത്തവണ 1 മണിയോട് കൂടി തന്നെ നിയന്ത്രണങ്ങൾ ആരംഭിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതുപോലെ തന്നെ മുക്കിലും മൂലയിലും പോലീസ്. ഈ ഫോർട്ട് കൊച്ചി വളരെ ചെറിയ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ 2 പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുന്നു. 2 DJകൾ, 2 ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലൊക്കെ പാർക്കിംഗ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു. അത് ഇത്തവണ ആ പാർക്കിംഗ് അവിടെ പാടില്ല എന്ന് നേരത്തെ തന്നെ പോലീസിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു. അവിടെ താമസിക്കുന്ന ആളുകളുടെ വീടുകളിലുള്ള വാഹനങ്ങൾ അത് റോഡിലേക്ക് ഇറക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അത് മുൻ വർഷങ്ങളിലേക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്തവണ വളരെ കർശനമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു മാസം ഈ ന്യൂ ഇയറിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിൽ പോലീസ് ഇവിടെ മുഴുവൻ പോലീസിൻ്റെ പ്രത്യേക ഡ്രൈവ് ഉണ്ടായിരുന്നു. പല ഇടങ്ങളിലും പോലീസ് പരിശോധനകൾ കർശനമാക്കിയിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും തന്നെ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പിന്നെ കുറെ കൂടി ആളുകൾ ഇത്തവണ പുറത്തേക്കുണ്ടായിരുന്നു. കാരണം ചെറിയ ചെറിയ പരിപാടികൾ വളരെയധികം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കൃത്യമായ പോലീസ് നിരീക്ഷണവും ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കുന്നത്, നേരിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ബോധ്യമാകുന്നത്. എന്തായാലും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, ആക്സിഡൻറ്റുകളൊന്നും തന്നെ വലിയ രീതിയിലുള്ള ആക്സിഡൻറ്റുകൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാധാരണഗതിയിലൊക്കെ ന്യൂ ഇയറിൻ്റെ അന്ന് വെളുപ്പിന് അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനു മുൻപ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അത്തരം പ്രശ്നങ്ങൾ. റോഡ് ആക്സിഡൻറ്റുകൾ വലിയ തോതിലൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത്തരങ്ങൾ വലിയ കുഴപ്പങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു ന്യൂ ഇയർ പുലരിയാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടി കാർണിവൽ ഇനി ഉള്ളത് പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ കാർണിവൽ കമ്മിറ്റിയുടെ കൊച്ചിൻ കാർണിവൽ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അത് അടുത്ത ദിവസമാണ് അതിൻ്റെ ഒരു സമാപന സമ്മേളനം ഒക്കെ ഉണ്ടാവുക. അതിൻ്റെ ഒരു ഘോഷയാത്രയൊക്കെ ഉണ്ട്. അത് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. വിവിധ വേഷങ്ങളിൽ ആളുകൾ എത്തുകയും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും അങ്ങനെ വർണ്ണാഭമായിട്ടുള്ള ഒരു ഘോഷയാത്രയായിരിക്കും ഈ കാർണിവൽ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോർട്ട് കൊച്ചിയിലെ അല്ലെങ്കിൽ കൊച്ചിയിലെ ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം അവസാനിക്കുക എന്ന് പറയുന്നത്. അതോടുകൂടിയാണ് അവസാനിക്കുക. ആ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആ ഘോഷയാത്രയ്ക്ക് കൂടിയാണ് ഇത് നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങനെ നിരവധി പരിപാടികളാണ്. കൊച്ചിയിൽ മറ്റ് ഇവൻറ്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അതിൽ ഇന്നലെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ബാംബു ഫെസ്റ്റ് അവസാനിക്കുകയാണ് ഉച്ചയോടുകൂടി. അതിൽ ഒക്കെ അങ്ങനെ ചില ഇവൻറ്റുകൾ, ചെറിയ ഇവൻറ്റുകളൊക്കെ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാൻ അങ്ങനെ ഫീസോ മറ്റ് കാര്യങ്ങളോ ഇല്ലാതെ തന്നെ പങ്കെടുക്കാൻ പറ്റുന്ന ചില ഇവൻറ്റുകളൊക്കെ ഇന്നലെ ഒരാഴ്ചയായിട്ടുണ്ട്. അത് ഇന്നലെയും ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു ആഘോഷവും ഒക്കെ കൊച്ചിയിൽ നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ശ്രീജ, ശരി അശ്വതി, എന്തായാലും അശ്വതി പറഞ്ഞ പോലെ ആഘോഷങ്ങൾ തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് ആഘോഷം. എന്തായാലും ഈ പുതുവർഷം വന്നതുപോലെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു നല്ല വർഷം തന്നെ ആയിരിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. നമുക്ക് പുതുവത്സര കാഴ്ചകളൊന്നും ഇതുവരെ കണ്ടില്ല, കുറച്ച് ദൃശ്യങ്ങൾ കണ്ട് മടങ്ങി വരാം.
കൂട്ടം ധാരാളമായി ഈ 2026 വരവേൽക്കാനും ഒപ്പം ന്യൂസ് ഫ്യൂഷനുണ്ട്. അത്തരത്തിൽ കോവളം അടിപൊളിയാണ്. നമുക്ക് സ്വാമിയേ ശരണമയ്യപ്പോ. പുതുവർഷത്തെ വരവേറ്റ് ശബരിമലയിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന കർപ്പൂരം കൊണ്ടെഴുതി അതിന് അഗ്നി പകർന്നാണ് സന്നിധാനത്ത് പുതുവത്സരം ആഘോഷിച്ചത്. സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള കേരള പോലീസും ഫയർഫോഴ്സും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും മറ്റ് ജീവനക്കാരും ചേർന്നാണ് പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ADGP S. ശ്രീജിത്ത് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സന്നിധാനത്തെ അയ്യപ്പ ഭക്തർക്കും പുതുവത്സരാഘോഷം കൗതുക കാഴ്ചയായി. പുതുവത്സരാശംസകൾ നേർന്നും ശരണം വിളിച്ചും അവരും ആഘോഷത്തിന്റെ ഭാഗമായി. എന്തായാലും ശബരിമലയിൽ നിന്നുള്ള വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മകരവിളക്ക് സീസൺ ആരംഭിച്ചതോടെ അയ്യപ്പ ഭക്തർ സന്നിധിയിലേക്ക് അങ്ങ് ഒഴുകുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? തീർച്ചയായും ശ്രീജ, ഈ പുതുവത്സര ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞുള്ള ഈ ശബരിമല ഇപ്പോൾ ഒരു ഭക്തിസാന്ദ്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെയാണ് അയ്യപ്പന്മാർ അയ്യപ്പ ദർശനം നടത്തി ഇവിടെ നിന്നും മടങ്ങുന്നത്. പക്ഷേ അവർക്ക് ഇപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു മണിക്കൂറുകളോളം അവർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അയ്യപ്പ ദർശനത്തിന് വേണ്ടി അത്രയും ക്യൂ നിന്ന് അവർ ക്ഷീണിതരായിട്ടാണ് ഈ സന്നിധാനത്തേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള ഒരു പരിഭവ പറച്ചിലുകളൊക്കെയാണ് അയ്യപ്പന്മാരുടെ ഇടയിലുള്ളത്. സ്വാഭാവികമായും നമുക്കറിയാം, ഈ മണ്ഡലകാലത്ത് തന്നെ അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു വർധനമാണ്. 3 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് കഴിഞ്ഞ മണ്ഡലകാലത്തിനെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതലായി എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മകരവിളക്ക് സീസണിലും അത്തരത്തിൽ അയ്യപ്പന്മാരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ള കണക്കുകൾ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ അയ്യപ്പ ദർശനം നടത്തിയത് 90,000-ന് മുകളിൽ ഭക്തരാണ്. അപ്പോൾ ഇത്തരത്തിൽ അയ്യപ്പ ദർശനം കൂടി, അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഈ അയ്യപ്പന്മാർക്ക് കൂടുതലായി അയ്യപ്പ ദർശനത്തിന് വേണ്ടി ഒരു ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും ഇതിനായി ബന്ധപ്പെട്ടുള്ള ക്യൂ നിരന്തരം ഉണ്ടാകുന്നുണ്ട്. ഈ സന്നിധാനത്തെ ഒരു ക്യൂ നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി മരക്കൂട്ടത്തും മറ്റും ഇത്തരത്തിൽ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങളുടെ ഭാഗമായി വളരെ സമയം അവർക്ക് അവിടെ നിന്ന് ചിലവഴിച്ചതിന് ശേഷം മാത്രമേ ഈ സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ. അതൊക്കെ അവരുടെ ഒരു ബുദ്ധിമുട്ടായി അവർ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ കൂടുതലായി വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാർ കൂടി എത്തിയതോടുകൂടി ഇപ്പോൾ ശബരിമല വലിയൊരു തിരക്കിലേക്ക് പോവുകയാണ്. പക്ഷേ എന്നാൽ ഈ തിരക്കുകളൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം പോലീസ് സംവിധാനങ്ങളും മറ്റ് വകുപ്പുകളും ഒക്കെ തന്നെ ചേർന്ന് കൃത്യമായ ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ തിരക്ക് കൂടുമ്പോൾ അവർക്ക് കൃത്യമായ ഒരു ഇടവേളകളിൽ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം മാത്രമേ ഇതിലൊരു പരിഹാരമായിട്ടുള്ളൂ. കാരണം അല്ലാതെ ഈ അയ്യപ്പന്മാർക്ക് എല്ലാവർക്കും സന്നിധിയിലേക്ക് എത്തുന്ന എല്ലാവർക്കും അയ്യപ്പ ദർശനം സാധ്യമാക്കണം, ആ ഒരു കണക്കൂട്ടിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. അത്തരത്തിൽ അവർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ അയ്യപ്പന്മാരുടെ എണ്ണം കൂടുമ്പോൾ ചിലയിടങ്ങളിൽ ക്രമീകരണങ്ങൾ ആവശ്യമായി വരുന്നു എന്ന് തന്നെയാണ്
അധികൃതരും പറയുന്നത്. അത് അയ്യപ്പന്മാരും അക്കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പെരുമാറിയാൽ മാത്രമേ ഈ മണ്ഡല മകരവിളക്ക് സീസൺ വളരെ മനോഹരമായി പര്യവസാനിപ്പിക്കാൻ കഴിയൂ എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. എന്നാലും ഇപ്പോൾ അയ്യപ്പന്മാരുടെ എണ്ണം ഇവിടെ കൂടി വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഏറെ സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ടാണ് അവരിപ്പോൾ പോകുന്നത്. മറ്റൊന്ന്, ഈ കുട്ടികളും ഒക്കെ ഇത്തവണ കൂടുതലായി വരുന്നൊരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് അവർക്ക് ആവശ്യമായ ഒരു സുരക്ഷയും ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. കാരണം പുറങ്ങളും ഒക്കെ കൂടുതലായി ഈ സീസണിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് മാളികപ്പുറങ്ങളുടെ അയ്യപ്പന്മാരുടെ ഒക്കെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഒരു ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് പ്രത്യേക ഒരു ക്യൂ സംവിധാനം, അല്ലെങ്കിൽ ഈ തിരക്കിൽ അവർ പെട്ടുപോകാതിരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കണമെന്നൊരു ആവശ്യം കുഞ്ഞ് അയ്യപ്പന്മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ വരുന്ന രക്ഷിതാക്കൾക്കുണ്ട്. ഈ ആവശ്യം മുൻപും ദേവസ്വം ബോർഡിനോടൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് എന്താണ് ഒരു ശാശ്വത പരിഹാരം? കുഞ്ഞുങ്ങളെ ഈ രക്ഷിതാക്കളുടെ കൈകളിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു തിരക്കിൽ എന്താകും അവസ്ഥ എന്നതൊക്കെ നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കുട്ടികളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും സംരക്ഷണവും ഒരുക്കിക്കൊണ്ട് അയ്യപ്പ ദർശനം സാധ്യമാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ രക്ഷിതാക്കളുടെ ഇടയിൽ നിന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ബാലാവകാശ കമ്മീഷൻ ഈ സന്നിധാനത്തെത്തി ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തി ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ആയി ചേർന്ന് ഇക്കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ബാലാവകാശ കമ്മീഷൻ ഇന്ന് ഈ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും അവർ കൂടി വന്നു കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, അതായത് കുഞ്ഞുങ്ങൾക്ക് ഈ മണിക്കൂറുകൾ ക്യൂ നിന്ന് അയ്യപ്പ ദർശനം നടത്തേണ്ടി വരുമ്പോൾ അവർ ഒന്നാമത് ഈ എരുമേലി വഴിയും പമ്പ വഴിയൊക്കെ നടന്ന് ക്ഷീണിച്ച് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ആ അയ്യപ്പന്മാർക്ക് ഇത്തരത്തിൽ ക്യൂ നിന്ന് അയ്യപ്പ ദർശനം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം. അത് അവരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പലപ്പോഴും തളർന്ന് വീണ് കരഞ്ഞ് ഉറങ്ങിയൊക്കെയാണ് അയ്യപ്പന്മാർ ദർശനത്തിലെത്തുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ ഇന്ന് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ശബരിമലയിൽ ഇപ്പോൾ ഈ ഒരു തിരക്ക് ഇങ്ങനെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന ഫ്ലൈ ഓവറിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അയ്യപ്പന്മാർ. അയ്യപ്പ ദർശനത്തിനായി മണിക്കൂറുകളോളം പലയിടങ്ങളിലും ക്യൂ നിന്ന് വന്ന അയ്യപ്പന്മാരാണ് ഇപ്പോൾ വീണ്ടും സന്നിധാനത്തും ഇത്തരത്തിലൊരു ക്യൂ നിന്നുകൊണ്ട് അയ്യപ്പ ദർശനത്തിലേക്ക് എത്തേണ്ടി വരുന്ന സാഹചര്യമുള്ളത്. അവർക്കൊക്കെ തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സമയം എവിടെ നിന്ന് വരുന്നത്? തിരുവനന്തപുരം. എത്ര നേരമായി ക്യൂ നിൽക്കുന്നു? വെളുപ്പിൽ വന്നു, 1 മണിക്ക് വന്നു. എവിടെയൊക്കെ ക്യൂ ഉണ്ട്? ക്യൂ ആണോ? ക്യൂ താഴ്ന്നേ ഉണ്ട്, ഫുള്ള് താഴ്ന്നേ ഉണ്ട്. നടക്കും. ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നുണ്ടോ? ഒരുപാട് സമയം നിൽക്കേണ്ടി. അത് തന്നെയാണ് അയ്യപ്പന്മാർ ഈ പല സ്ഥലങ്ങളിലും ഒരുപാട് സമയം, അത് പല സ്ഥലങ്ങളിലായിട്ട് അവരെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. സന്നിധാനത്തെത്തി ഇത്തരത്തിൽ എത്ര സമയം? 7 മണിക്കൂർ ക്യൂ നിന്നു. എവിടെ നിന്നാ വരുന്നേ? പാലക്കാട്. നല്ലൊക്കെയുണ്ട് ക്യൂ. എവിടെയൊക്കെയുണ്ട്? ഇവിടെ നിന്ന് മറ്റേ അപ്പാച്ചിമേട് മല്ലി നല്ല ക്യൂ. ബ്ലോക്ക് ചെയ്ത് വിടുമായിരുന്നു. നല്ല തിരക്കുണ്ടല്ലേ? നല്ല തിരക്കാ. അത് തന്നെയാണ്, പലയിടങ്ങളിലും അവരെ നിയന്ത്രിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഇവിടേക്ക് സന്നിധാനത്തേക്ക് എത്തിച്ചേക്കുന്നത്. പക്ഷേ ഈ പുലർച്ചെ ആയതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നമില്ല, രാവിലെ ആയതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോൾ വെയിൽ അധികമാകും. അപ്പോൾ ആ സമയം ഈ ക്യൂ ഒക്കെ നിന്ന് വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഏതായാലും അയ്യപ്പ ദർശനം സുഗമമായി നടക്കുന്നു. പക്ഷേ അയ്യപ്പന്മാർക്ക് ഈ ക്യൂ നിൽക്കുന്നത് മൂലമുള്ള പരിഭവങ്ങളും ഉണ്ട്. ശരി സുധീഷ്, എന്തായാലും സന്നിധാനത്ത് നിന്ന് വലിയ ആളുകളുടെ തിരക്ക് തന്നെയാണ്. പുതുവത്സര ദിനത്തിൽ അയ്യനെ കണ്ട് ഈ ഒരു വർഷം മൊത്തത്തിൽ ഭക്തിസാന്ദ്രമാക്കാൻ നിരവധി ആളുകളാണ് സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുധീഷ് കുമാർ. എന്തായാലും ന്യൂ ഇയർ വിശേഷം തീരുന്നില്ല, നമുക്ക് കോഴിക്കോട് നിന്നുള്ള വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട്. രാകേഷ് ചേരുകയാണ്. രാകേഷ്, കോഴിക്കോട് എങ്ങനെയായിരുന്നു ആഘോഷങ്ങൾ? ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് മാനാഞ്ചിറയിലാണ്. മാനാഞ്ചിറ ഇവിടെ രാവിലെ തന്നെ വ്യായാമത്തിനെത്തുന്ന കൂട്ടായ്മയാണ്. നമ്മൾ ഏകദേശം ഒരു 6:30 മണിയാവുന്ന സമയത്ത് കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ട് അല്ലേ? എത്ര പേരുണ്ട് ഈ ഗ്രൂപ്പിൽ? ഞങ്ങൾ 50 പേരോളം ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കുറവാണ്, ന്യൂ ഇയർ ആയതുകൊണ്ട് കുറച്ച് ആളുകൾ കുറഞ്ഞുണ്ട്. ഇതിപ്പോൾ എത്ര കാലമായി നമ്മൾ ഈ വ്യായാമം ചെയ്യുന്നത്? 1 ഇയർ കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങി. കഴിഞ്ഞ ഒക്ടോബറിലാണ് തുടങ്ങിയത്. 1 കൊല്ലം കഴിഞ്ഞു.
24 ഒക്ടോബറിൽ തുടങ്ങിയതാണ്. ആളുകളുടെ എണ്ണം കൂടി കൂടി വരുന്നുണ്ട്. ഞങ്ങൾക്ക് അത് ആദ്യം ഞങ്ങൾക്ക് ഒരു 70 പേരുണ്ടായിരുന്നു. പിന്നീട് അതാത് സ്ഥലത്ത് ഓരോ ഇത് തുടങ്ങിയപ്പോൾ പിന്നെ അവർ അവിടെ നിയറസ്റ്റ് ഉള്ളവർ അവിടെ പോകും. ഇപ്പം നമ്മളൊരു 10-40 പേര് ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉള്ളത്? നമ്മളങ്ങനെ ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, രാവിലെ നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ്. ചേച്ചിയുടെ പേര്? ബിജി. കുറെ കാലമായി ഇപ്പോൾ? ആകായി, തുടക്കം മുതലേ ഉണ്ട്. എന്താണ് ഫീൽ ചെയ്യുന്നത് രാവിലെ ഇങ്ങനെ മാനാഞ്ചിറ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എനർജിയാണ്, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. നല്ല എക്സസൈസ് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല കഴിയുന്നത് എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ചേട്ടൻ്റെ പേരെന്താ? ഒരു വലിയ എവിടെ സ്ഥലം? കോഴിക്കോട് വെള്ളയില. ഇത് ഏകദേശം എത്ര സമയം നമ്മൾ ഇങ്ങനെ വ്യായാമമായിട്ട് ഇവിടെ ഉണ്ടാവും? 21 ഐറ്റംസ് എക്സസൈസ് ആണ്. അരമണിക്കൂർ 20 മിനിറ്റാണ് പറയണത്. അരമണിക്കൂർ കൊണ്ട് എല്ലാം കൂടെ അവസാനിപ്പിക്കും. ന്യൂ ഇയറിന് പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? അങ്ങനെ തീരുമാനങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും മാതിരി തന്നെ. ന്യൂ ഇയറിന് പ്രത്യേകത ഒന്നുമില്ല. അപ്പം മാനാഞ്ചിറയുള്ള കൂട്ടായ്മയാണ് നമ്മൾ കണ്ടത്. മെക്സവൻ കൂട്ടായ്മയാണ് ഇവർ. ഇതേപോലെ തന്നെ ഇനിയും ഈ വർഷവും അടിപൊളിയായിട്ട് ആരോഗ്യമൊക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. രാകേഷ്, അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധത ഉണ്ടായിട്ടുണ്ട് എന്ന CPIയുടെ മുന്നറിയിപ്പും തോൽവിക്ക് കാരണമെന്ന നിലയിൽ വെള്ളാപ്പള്ളിക്കെതിരായ ബിനോയ് വിശ്വത്തിന്റെ പരസ്യ വിമർശനവും CPMൽ ചർച്ചയാകുന്നു. ജനുവരി ആദ്യവാരം ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ CPI കടുത്ത നിലപാട് സ്വീകരിച്ചേക്കും. വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽട്ട, ഈ പറഞ്ഞതുപോലെ CPI അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട് എന്നവർ വിലയിരുത്തുമ്പോൾ അതൊന്നും ബാധിച്ചിട്ടേയില്ല എന്നുള്ളതാണ് CPMന്റെ നിലപാട്. രണ്ടു പക്ഷവും അങ്ങനെ പോരടിക്കുമ്പോൾ ഈ CPM ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞതുപോലും പാഠങ്ങൾ പഠിച്ച് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ആ പാഠം അവർ പഠിക്കുമോ എന്നുള്ളത്, CPM പഠിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ CPM തീരുമാനിക്കുമ്പോഴും എവിടെയാണ് പിഴവുകൾ പറ്റിയെന്നതോ അല്ലെങ്കിൽ ഭരണവിരുദ്ധത ഉണ്ടായെന്നോ ഇപ്പോഴും അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറല്ല. അതായത് താഴെത്തട്ടിൽ അണികൾ CPMന്റെ താഴെത്തട്ടിലുള്ളവർ പറയുന്നുണ്ട് ഭരണവിരുദ്ധത ഉണ്ടായി, പല നിലപാടുകളും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു, അതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായി എന്ന് CPMലെ താഴെത്തട്ടിൽ വിലയിരുത്തലുണ്ടെങ്കിലും നേതൃനിരയിൽ നേതൃത്വം ഇപ്പോഴും അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവിടെയാണ് CPI 3 ദിവസം ചേർന്ന CPIയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ ഭരണവിരുദ്ധത ആഞ്ഞടിച്ചു എന്നും പല ഘടകങ്ങളിലും മുഖ്യമന്ത്രിയുടെ പേര് വരെ എടുത്തു പറഞ്ഞാണ് CPIയുടെ സംസ്ഥാന നേതൃയോഗം വിമർശനമുണ്ടായത്. മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ ഏകപക്ഷീയം പല വിഷയങ്ങളും, PMC അടക്കമുള്ള വിഷയങ്ങളിലും MR ജിക്കുമാറിന്റെ വിഷയങ്ങളിലും ഒക്കെ, എലപ്പുള്ളി ബ്രൂവറി വിഷയങ്ങളിലൊക്കെ CPI ഏതിനൊക്കെയാണോ ഇടഞ്ഞു നിന്നത് ആ വിഷയങ്ങളിലൊക്കെയുള്ള CPMന്റെ പരസ്യമായ നിലപാടും വിയോജിപ്പും ഒക്കെ ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചു വിധി എഴുതിയെന്നൊക്കെ CPI വിലയിരുത്തി. പക്ഷെ അതിൽ മാധ്യമങ്ങളോട് ഇതിനെ സംസാരിക്കുമ്പോൾ ഏറെക്കുറെ പ്രകടമായി തന്നെ ബിനോയ് വിശ്വം അത് പറയുകയും ചെയ്തിരുന്നു. CPI ഇതൊരു മുന്നറിയിപ്പാണ്, ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പാണ്, അത് ഉൾക്കൊള്ളണം, അത് അംഗീകരിക്കാൻ എന്തിനാണ് മടി എന്ന് ബിനോയ് വിശ്വം ചോദിക്കുന്നു. CPMനുള്ള ഒരു ചോദ്യമാണ് ബിനോയ് വിശ്വം ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി വിഷയം, വലിയ രീതിയിൽ വെള്ളാപ്പള്ളിയും ബിനോയ് വിശ്വം പരസ്യമായി നേർക്കുനേർ വന്നിരിക്കുകയാണ്. ഇത് ഉറപ്പായും CPMൽ ഒരു അതൃപ്തിക്ക്, CPMന്റെ നേതൃനിരയിൽ ഒരു അതൃപ്തിക്ക് നേതാക്കളിടയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം വെള്ളാപ്പള്ളിയെ ചാരി CPMനുള്ള ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ബിനോയ് വിശ്വം ഇന്നലെ നൽകിയത്. താനായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റുകയും തന്റെ വാഹനത്തിൽ കയറ്റുകയില്ല എന്നും ഇത്തരം നേതാക്കളെ, സമുദായ നേതാക്കളെ കണ്ടാൽ ഹസ്തദാനം ചെയ്യും എന്നതിനപ്പുറത്തേക്ക് വാഹനത്തിൽ കയറ്റുകയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായി മുഖ്യമന്ത്രിക്കുള്ള മറുപടി, CPI നേതൃത്വത്തിലുള്ള മറുപടിയാണ്. ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന സാമുദായിക നേതാക്കന്മാർ അവരവരുടെ ഉത്തരവാദിത്വം പാലിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഈ ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ തിരുത്താൻ തയ്യാറായില്ല. അപ്പോൾ വെള്ളാപ്പള്ളി കൃത്യമായ CPMനെ ചതിയൻ ചെന്തുന്ന CPIയെ പറയുന്നു, ബിനോയ് വിശ്വത്തെ പേരെടുത്ത് വിമർശിക്കുന്നു. പരസ്യമായി തന്നെ വെള്ളാപ്പള്ളിയും ബിനോയ് വിശ്വവും CPIയും തമ്മിലൊരു പരസ്യ പ്രതികരണം, പരസ്യ പോരും ഉണ്ടായപ്പോൾ ഇത് CPM നേതാക്കൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് നേതൃത്വത്തിൽ വലിയ വിമർശനവും അതൃപ്തിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ജനുവരി ആദ്യവാരം ഇടതുമുന്നണി യോഗം ചേരും. വിപുലമായ രീതിയിലാണ് മുന്നണി യോഗം ചേരുന്നത്. ഓരോ ഘടകകക്ഷികളും അവരവരുടെ പാർട്ടി യോഗങ്ങൾ ചേർന്ന് എന്ത് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നടത്തിയെന്ന് ഈ ജനുവരി ആദ്യവാരം അത് തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസവുമൊക്കെ CPIക്കെതിരെ കടുത്ത വിമർശനം തന്നെയാണ് ഉന്നയിച്ചത്. പക്ഷേ അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, വെള്ളാപ്പള്ളി ഒരിക്കൽ പോലും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ CPIയെ വലിയ തോതിൽ അവർക്ക് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്തായാലും ഈ ഇടതുമുന്നണി യോഗത്തിൽ
ചർച്ചയാകില്ലേ സ്വാഭാവികമായി? ഇത് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ ഒരു വാചകമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. വെള്ളാപ്പള്ളി അല്ല LDF എന്നും വെള്ളാപ്പള്ളി ആകരുത് LDF എന്നുമാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായി മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ CPM നേതാക്കൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ അവർക്കുള്ളൊരു താക്കീതാണ്. വെള്ളാപ്പള്ളി അല്ല ഇടതുമുന്നണി, വെള്ളാപ്പള്ളി ആകരുത് ഇടതുമുന്നണി. അതായത് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി അദ്ദേഹത്തെ എതിർക്കാൻ തയ്യാറായില്ല, തിരുത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ നിരന്തരം ചേർത്ത് നിർത്തുകയുണ്ടായി. ഇതൊക്കെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോകാൻ കാരണമായി എന്ന് തന്നെയാണ് CPI വിലയിരുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നതിന് മുമ്പ് കണ്ടിട്ടുള്ളതിനേക്കാൾ പ്രകടമായി മുസ്ലിം വിഭാഗം വലിയ തോതിൽ ഇടതുമുന്നണിയിൽ നിന്ന് അകന്നു പോയി എന്നൊരു വിലയിരുത്തലുണ്ട്. അതിന്റെ പ്രധാന കാരണമായി വെള്ളാപ്പള്ളിയെ തന്നെയാണ് പ്രതിക്കൂട്ട് CPI നിർത്തുന്നത്. ഉറപ്പായും CPI വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നതോടൊപ്പം കൃത്യമായി വെള്ളാപ്പള്ളിയെ ചാരി മുഖ്യമന്ത്രിക്കും CPM നേതൃത്വത്തിനും തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. CPM നേതൃത്വത്തിനും തന്നെയാണ് മറുപടി അവർ ചോദിക്കുന്നത്. ഇത് ജനുവരിയിൽ ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ CPI കടുത്ത നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ബിനോയ് വിശ്വം ഈ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതും ഒപ്പം തന്നെ ഈ വെള്ളാപ്പള്ളിക്കെതിരായ പരസ്യ വിമർശനം നടത്തുന്നു. വെള്ളാപ്പള്ളി ബിനോയ് വിശ്വത്തെ പരസ്യമായ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. ഈ പരസ്യപ്പോര് CPI നേതാക്കൾക്കിടയിൽ അതൃപ്തിക്കും കാരണമായിട്ടുണ്ട്. അത് വേണ്ടിയിരുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് നിർണായക സമയത്ത് പരസ്യമായി പോരടിക്കുന്നത് തെറ്റായ ഒരു സന്ദേശം അണികൾക്കിടയിൽ നൽകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിലുള്ള വോട്ടർമാരെ സ്വാധീനിക്കുകയാണ്. വളരെ നിർണായകം. ആഴ്ചകൾ മാസങ്ങൾ പോലും ബാക്കിയില്ല, ആഴ്ചകൾ മാത്രം ബാക്കിയുണ്ട്. ഇന്ന് മുതൽ ജനുവരി ആദ്യവാരം മുതൽ CPM ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെല്ലുന്നു. അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുമ്പോഴാണ് മുന്നണിയിലെ ഏറ്റവും പ്രധാന ഘടകകക്ഷിയായിരിക്കുന്ന CPI നേതാവ് അതിരൂക്ഷമായി വിമർശിക്കുന്നു. അതേസമയം ഇടതുമുന്നണി അല്ലെങ്കിൽ CPM മുഖ്യമന്ത്രി ഉൾപ്പെടെ ചേർത്ത് നിർത്തുന്ന SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി അത് ഏറ്റുപിടിക്കുന്നു. കടുത്ത വിമർശനമാണ്. ചതിയൻ ചന്തുവാണ് CPI എന്ന് അതിരൂക്ഷ വിമർശനം നടത്തുമ്പോൾ ഇതിനെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയോ CPM നേതാക്കളോ അതിലൊരു പ്രതികരണം നടത്തിയില്ല? വെള്ളാപ്പള്ളിയെ അനുകൂലിച്ചോ അല്ലെങ്കിൽ അവിടെ പോലും വെള്ളാപ്പള്ളിയെ തിരിക്കാൻ തയ്യാറായില്ല. ഇതൊക്കെ CPIയിൽ പോലും വിമർശനവും അതൃപ്തിയുമുണ്ട്. എന്തായാലും ഇടതുമുന്നണി യോഗം ഉൾപ്പെടെ ഇതൊക്കെ അതിരൂക്ഷമായി തന്നെ നിലപാട് വ്യക്തമാക്കും CPI എന്ന കാര്യത്തിന് സംശയമില്ല. ശ്രീജ, തീർച്ചയായും പല നിലപാടുകളിലും CPIക്ക് കടുത്ത എതിർപ്പ് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ജനുവരി ആദ്യവാരം ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ എന്താകും അവർ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൺഫിൽ ഡിസൂസ. കോഴിക്കോട് താമരശ്ശേരിയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ വൻ തീപിടുത്തം. താമരശ്ശേരിക്ക് സമീപം എലോക്കരയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റിനാണ് അർദ്ധരാത്രിക്ക് ശേഷം തീപിടിച്ചത്. ഇന്ന് പുലർച്ചെ 3:30 സംഭവം. തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ല. വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ്. രാകേഷ്, തീ നിയന്ത്രണ വിധേയമായോ? എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പുലർച്ചെ 3:30 ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായ ഉടനെ തന്നെ ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞു വരുന്ന ആളുകളുടെ ശ്രദ്ധയിൽ ഈ തീപിടുത്തം പെടുകയും അതനുസരിച്ച് അവർ ഫയർഫോഴ്സ് യൂണിറ്റിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. മുഖം താമരശ്ശേരി ഭാഗത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ, ഹെഡ് ഓഫീസ് ഉൾപ്പെടെയുള്ളവ കത്തിപ്പോയിട്ടുണ്ട്. അതേസമയം തന്നെ 75-ലധികം വരുന്ന ജീവനക്കാരുണ്ടെങ്കിലും ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വലിയ തരത്തിലുള്ള അപകടം ഒഴിവായത്. ഏതായാലും പുലർച്ചെ 6:30 മണിയോടുകൂടി ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പൊതുജനങ്ങളും ഒപ്പം തന്നെ ഫയർഫോഴ്സും എല്ലാം തക്ക സമയത്ത് ഇടപെട്ടത് കൊണ്ടാണ് വലിയ തരത്തിലുള്ള അത്യാഹിതത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരുന്നത്. ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ശരി രാകേഷ്. കോഴിക്കോട് താമരശ്ശേരിയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. പക്ഷേ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല, പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നത് ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രാകേഷ്. ഇടുക്കി കരിങ്കുന്നത്തിന് സമീപം ബസ് അപകടം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത്. 12 പേർക്ക് പരിക്കുപറ്റി. തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ റോബോട്ടിക് വാഹനം ഉപയോഗിച്ചുള്ള പരിശോധനയുടെ റിപ്പോർട്ട് ഉടൻ ഉന്നതാധികാര സമിതിക്ക് കൈമാറും. അണക്കെട്ടിന്റെ ബലം വിലയിരുത്താനാണ് റോബോട്ടിക് പരിശോധന നടത്തിയത്. വിവരങ്ങളുമായി MC ബോബൻ ചേരുകയാണ്. ബോബൻ, പരിശോധനയുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
ശ്രീജ, മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ റോബോട്ടിക് വാഹനം ഉപയോഗിച്ചുള്ള അണ്ടർ വാട്ടർ പരിശോധനയാണ് പൂർത്തിയായിരിക്കുന്നത്. അണക്കെട്ടിന്റെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനായി കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഏതാണ്ട് ഒരാഴ്ചയിലധികമായാണ് ഈ പരിശോധന നടത്തിയത്. ഇതിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ ഉന്നതാധികാര സമിതിക്ക് കൈമാറും. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ മേൽനോട്ടത്തിന് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അനിൽ ജെയിൻ അധ്യക്ഷനായ നിരീക്ഷണ സമിതി നിലവിലുണ്ട്. ഈ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് അണക്കെട്ടിൽ ജലത്തിനടിയിലുള്ള ഭാഗത്തിന്റെ അണക്കെട്ടിന്റെ ബലം പരിശോധിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത്. കഴിഞ്ഞ 22-ാം തീയതി മുതലാണ് ന്യൂഡൽഹിയിലെ സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽ റിസർച്ച് സ്റ്റേഷനിലെ ഗവേഷകർ പരിശോധന നടത്തിയത്. ഇരു സംസ്ഥാനങ്ങളിലെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉദ്യോഗസ്ഥർ ഒപ്പമുണ്ടായിരുന്നു. 1200 അടി നീളമുള്ള അണക്കെട്ടിനെ 100 അടി വീതമുള്ള 12 ഭാഗങ്ങളായി തിരിച്ചാണ് പരിശോധന നടത്തിയത്. റോബോട്ടിക് വാഹനം ജലത്തിനടിയിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ സംഘം ബോട്ടിലിരുന്ന് കൺസോൾ സ്ക്രീൻ വഴി നിരീക്ഷിക്കുകയായിരുന്നു. ജലത്തിന്റെ ആഴം, വാഹനത്തിന്റെ ദിശ, മർദ്ദം, താപനില എന്നിവയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശോധനാ സമയത്ത് തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സെൽവം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജഗോപാൽ എന്നിവരും, കേരളത്തെ പ്രതിനിധീകരിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവിൻസ് ബാബു, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ രമേശ് ബെൻഡിക്ക് എന്നിവരും സന്നിഹിതരായിരുന്നു. ഈ പരിശോധനയുടെ ഫലം എന്താണ് എന്നുള്ളതിനെ പറ്റി പുറത്ത് വാർത്തകൾ വന്നിട്ടില്ല. ഇതിന്റെ റിപ്പോർട്ട് കൃത്യമായും വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉന്നതാധികാര സമിതിക്കാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. കേരളത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ റിപ്പോർട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. കാരണം അണക്കെട്ടിന്റെ അടിത്തട്ടിലെ ബലക്ഷയം എത്രത്തോളം ഉണ്ട് എന്നത് പരിശോധിക്കണമെന്ന കേരളത്തിന്റെ ഒരുപാട് കാലത്തെ ആവശ്യമാണ് അവസാനം ഉന്നതാധികാര സമിതി അംഗീകരിച്ചത്. ഈ റിപ്പോർട്ട് ഒരുപക്ഷെ അണക്കെട്ടിന്റെ ബലക്ഷയം ഉണ്ട് എന്ന ഒരു കണ്ടെത്തൽ ശരിവെക്കുന്നതാണെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ ഉന്നതാധികാര സമിതിക്ക് കഴിയും. ഒരുപക്ഷെ കേരളത്തിന്റെ വളരെ നീണ്ട കാലത്തെ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ കഴിയുന്നതാകും റിപ്പോർട്ട് എന്നാണ് കരുതുന്നത്. ശ്രീജ, തീർച്ചയായും എന്തായാലും ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാകുമോ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ റോബോട്ടിക് വാഹനം ഉപയോഗിച്ചുള്ള പരിശോധനയുടെ റിപ്പോർട്ട് ഉടൻ തന്നെ ഉന്നതാധികാര സമിതിക്ക് കൈമാറും. വിവരങ്ങളും എപ്പം ചേരുകയായിരുന്നു MC ബോബൻ. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഡൽഹി യാത്രയെപ്പറ്റി മൊഴി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് മൊഴി നൽകിയത്. UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മൊഴിയെടുത്തത്. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രശാന്തിനെയും SIT വീണ്ടും ചോദ്യം ചെയ്യും. രജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രജിത്ത്, ഈ പറഞ്ഞതുപോലെ കേസ് അന്വേഷണം ഏകദേശം അവസാനിക്കാറായിരിക്കുകയാണ്, റിപ്പോർട്ട് സമർപ്പിക്കാനായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉന്നതരിലേക്ക് ചോദ്യം ചെയ്യലെത്തുകയാണ്. ഇന്നലത്തെ വലിയ വാർത്ത തന്നെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ SIT തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം, അല്ലേ? തീർച്ചയായും ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ അവസാന ഘട്ടത്തിലാണ് ഉന്നതരായിട്ടുള്ള ആളുകളെയൊക്കെയും അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരോക്ഷമായോ പ്രത്യക്ഷമായോ ബന്ധമുള്ളതായി കരുതുന്ന ആളുകളെ എല്ലാവരെയും തന്നെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയുമാണ്. അടൂർ പ്രകാശിൻ്റെ മൊഴിയാണ് ഏറ്റവും ഉടൻ രേഖപ്പെടുത്താൻ പോകുന്നത്. കാരണം ഡൽഹി യാത്രയെപ്പറ്റി അടൂർ പ്രകാശ് ഡൽഹിയിലേക്ക് അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ കാണുന്നതിനായി കൊണ്ടുപോയത് താനാണ്, അല്ലെ താനൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ആ ഒരു കാര്യം ഡൽഹി യാത്രയെപ്പറ്റി കൂടുതൽ അറിയുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉള്ള ബന്ധം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം തേടുകയാണ്. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം 3 പേരെയും, ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഒന്നിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായാണ് അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത്. നേരത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ചെടുത്തതിന് ശേഷം ഇത് എവിടേക്ക് വിറ്റഴിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം ഇവരെ 3 പേരെയും കൂടി ഇരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തിന് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഇവരെ 3 പേരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത്. അത് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ഇന്നലെ തന്നെ ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രനെ അടക്കം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നുകൂടി അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് അടുത്ത ദിവസം ചോദ്യം ചെയ്യാൻ പോകുന്ന
അടൂർ പ്രകാശ് ഡൽഹി യാത്രയെ സംബന്ധിച്ചുള്ള അടൂർ പ്രകാശിൻ്റെ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തന്നെ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. എന്ത് ആവശ്യമായിരുന്നു അവിടേക്ക് ഡൽഹിയിലേക്ക് പോയത്, ഒപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങൾ, ഇവരുടെ ചർച്ചകൾ എന്തൊക്കെയായിരുന്നു എന്നത് സംബന്ധിച്ച് വിശദമായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നടക്കം അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അടുത്ത ദിവസം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ള മൊഴി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള മൊഴി, ഡൽഹി യാത്രയെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ള മൊഴി ഏറ്റവും പ്രധാനമാണ് അടുത്ത ദിവസം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത്. കാരണം നേരത്തെ തന്നെ അടൂർ പ്രകാശിൻ്റെ ബന്ധം സംബന്ധിച്ച് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നടക്കം മറ്റു പാർട്ടികളിൽ നിന്നടക്കം ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധത്തിലും ഫോട്ടോകൾ സഹിതം പുറത്തേക്ക് വരികയും ചെയ്തിരുന്നതാണ്. അത്തരത്തിൽ പരസ്പരം ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള ഒരു ചേരിപ്പോര്, അല്ലെങ്കിൽ അതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള ഇടതു വലത് കക്ഷികളിലെ അംഗങ്ങളെ ഇനി തുടർച്ചയായി ഒരു പക്ഷേ അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തിയിട്ടുള്ള ഉന്നതരായിട്ടുള്ള ആളുകളെ ഓരോരുത്തരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. അവരുടെ പങ്കുകൾ എന്തൊക്കെയാണ്, ഇവർ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ഇവരുടെ ചർച്ചകളിൽ വന്നിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് വിശദമായി തന്നെ ചോദിച്ചറിയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ അടക്കം വിമർശനങ്ങൾ വരുന്നുണ്ട്. തുടർച്ചയായി കോടതി ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തെ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ കാര്യം കൂടി നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിന് ശേഷം ഇനി അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ള മൊഴി അത് വളരെ കൃത്യമായ ഒരു മൊഴിയാണ്. ആ മൊഴി അടുത്ത ദിവസം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമ്പോൾ നിർണായകമായി മാറുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതേ സമയത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം PS പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത ദിവസം ശനിയാഴ്ച PS പ്രശാന്തിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. PS പ്രശാന്തിൽ ഇരുവരെയും 2 മണിക്കൂർ വീതമാണ് അന്ന് ചോദ്യം ചെയ്തത്. പ്രാഥമികമായൊരു മൊഴിയെടുപ്പ് മാത്രമായി വേണമെങ്കിൽ നമുക്കതിനെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവരെ വീണ്ടും വിളിച്ചു വരുത്താനുള്ള സാഹചര്യമുണ്ട്. PS പ്രശാന്തിനെ അടുത്ത ആഴ്ച തന്നെ അന്വേഷണ സംഘം വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. PS പ്രശാന്തിൽ നിന്നും അന്വേഷണ സംഘം പ്രധാനമായും ചോദിച്ചറിഞ്ഞത് 2025 സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ സ്വർണ്ണം പൂശുന്നതിനായി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അത് ഹൈക്കോടതിയെ അറിയിച്ചിട്ടില്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് PS പ്രശാന്ത് വ്യക്തമാക്കിയതാണ്. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് ഇനിയും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ PS പ്രശാന്തിനെയും അടുത്തയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതാണ്, ഉന്നതരിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇനി അവരുടെ പങ്കുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നുകൂടി മൊഴികൾ എടുത്തതിന് ശേഷം കൃത്യമായി തന്നെ അന്വേഷണ സംഘം കണ്ടെത്തുകയാണ്. ശരി രഞ്ജിത്ത്, എന്തായാലും അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ കൂടുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധമുള്ളവരുടെ മൊഴിയെടുത്ത് കൂടുതൽ വിവരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് SIT. ഡൽഹി യാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് തെളിവെടുപ്പും മൊഴിയെടുപ്പും ഒക്കെ ഇന്നലെ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നൽകുകയായിരുന്നു രഞ്ജിത്ത്. എടപ്പാൾ കുറ്റിപ്പാല മാതാ അമൃതാനന്ദമയി മഠത്തിൽ തൃക്കാർത്തിക പൊങ്കാല ആഘോഷിച്ചു. കൊയിലാണ്ടി മഠാധിപതി ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യ നേതൃത്വം നൽകി. കുറ്റിപ്പാല മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണ ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ ആശ്രമ പരിസരം യാഗശാലയായി. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കാർത്തിക പൂജ എന്നിവയും നടന്നു. ഇടുക്കി രാജാക്കാട് സ്വദേശി ഷാജി എന്ന അനുകരണ കലാകാരൻ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. മലയാള സിനിമയിലെ വിവിധ കഥാപാത്രങ്ങളുടെയും സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രശസ്തരുടെയും രൂപവും ഭാവവും അതേ തനിമയോടെ തന്നെയാണ് ഇദ്ദേഹം അനുകരിക്കുന്നത്. വെള്ളിത്തിരയിലെ ശക്തമായ കഥാപാത്രങ്ങളായ കുളപ്പള്ളി അപ്പൻ, ദിഗംബരൻ തുടങ്ങി നിരവധി കഥാപാത്രങ്ങളുടെ ഭാവങ്ങളും ശബ്ദവൈവിധ്യവും വേഷപ്പകർച്ചയും കൃത്യമായി പകർത്തിയാണ് ഷാജിയുടെ അനുകരണം. കുളപ്പള്ളിയപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീയായിട്ടഴിക്കുന്നോ അതോ ഞാൻ അഴിപ്പിക്കണോ? വാക്കിന് നേരും നിറയുമില്ലാത്ത കള്ളപ്പരിശ. നരേന്ദ്രപ്രസാദിന്റെ കുടുംബവും വെള്ളാപ്പള്ളി നടേശനുമെല്ലാം ഷാജിക്ക് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ നാടകത്തോടും അഭിനയത്തോടുമുള്ള താല്പര്യമാണ് വ്യത്യസ്ത കഥാപാത്രങ്ങൾ പരീക്ഷിക്കാൻ ഷാജിയെ പ്രേരിപ്പിച്ചത്. നേരത്തെ സ്കൂളിൽ പഠിച്ചപ്പം മുതൽ നാടകം ഉണ്ടായിരുന്നു, മോണാക്ട് ഉണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കടന്നു പോന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നടന്മാരെയും ഒക്കെ നമ്മൾ അനുകരണത്തിലേക്ക് നോക്കിയപ്പോൾ അതൊക്കെ സക്സസ് ആയി, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് നേരം പോക്കിന് ചെയ്യാറുണ്ട്. പ്രാദേശിക നാടകവേദികളിലൂടെ ആരംഭിച്ച കലാപ്രയാണം പിന്നീട് ഷോർട്ട് ഫിലിമുകളിലേക്കും സിനിമയിലേക്കും എത്തി.
അനുകരണ കലയെ വെറും തമാശയിൽ ഒതുക്കാതെ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയും ശൈലിയും മനസ്സിലാക്കി അവതരിപ്പിക്കുന്നതാണ് ഷാജിയുടെ പ്രത്യേകത. ഇതാണ് ISD. ഞാനൊരു ലോക്കലാണ്. ഈ വിളി കഴിഞ്ഞാൽ ഈ ഫോണിൽ ഞാനും ഒരു ലോക്കൽ വിളിച്ചോട്ടോ. കലാകാരനൊപ്പം ഒരു കർഷകനും കാർഷിക വിദഗ്ധനുമാണ് ഷാജി. കൃഷിയോടുള്ള പ്രണയവും കലാപ്രതിഭയും ഒരുമിച്ച് കൈകോർത്താണ് ഇദ്ദേഹം മുന്നേറുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. പുതുവർഷത്തിലെ പുതുദിനമാണ്. ഇന്ന് വിപണിയിൽ എന്തായിരിക്കും? ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്നലെ പ്രതീക്ഷിച്ച പോലെ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ജനുവരി അവധി വ്യാപാര കരാറുകളുടെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇന്നലെ വലിയൊരു നേട്ടത്തിലായിരുന്നു വ്യാപാരം തുടങ്ങിയത് തന്നെ. അത് വിപണിയിലുടനീളം നിലനിൽക്കുകയും ചെയ്തു. രണ്ടാം നിര ചെറുകിട ഓഹരികളിലും ഏതാണ്ട് സമാനമായ രീതിയിൽ നിക്ഷേപ താല്പര്യം പ്രകടമായിരുന്നു. 26,200 എന്ന നിലവാരത്തിനടുത്തേക്ക് മുൻനിര ഓഹരി സൂചിയായി നിഫ്റ്റി എത്തുകയും ചെയ്തിരുന്നു. 26,000 മുകളിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. ഇത് വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ബാങ്കിങ് ഓഹരികളിലും മറ്റ് മേഖലകളിലും, മെറ്റൽ ഓഹരികളിലും, ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് മേഖലകളിലുമെല്ലാം നല്ല രീതിയിലുള്ള ഒരു നിക്ഷേപ താല്പര്യം ഇന്നലെ പ്രകടമായിരുന്നു. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കാമെങ്കിലും നേട്ടം തുടരുന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നേട്ടം തുടർന്ന് വ്യാപാരം നടക്കണമെങ്കിൽ 26,300 എന്നുള്ള പ്രധാന നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിക്കണം. ആ ഒരു നിലയിലേക്ക് ഈ ആഴ്ച എത്തിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രത്യേക ഘടകങ്ങളൊന്നുമില്ല. 3 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന്, അടുത്ത ആഴ്ച മുതൽ പ്രതീക്ഷിക്കുന്ന കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ്. പ്രവർത്തന ഫലങ്ങൾ മികച്ചതായിരിക്കും എന്നുള്ള ഒരു തോന്നൽ വിപണിയിലുണ്ട്. മറ്റൊന്ന്, ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര കരാറാണ്. അത് ഏതെങ്കിലും തരത്തിൽ അത് നിലവിൽ വരികയാണെങ്കിൽ അതും വിപണിക്ക് മുന്നോട്ട് നീങ്ങുന്നതിന് പ്രേരകമായി പ്രവർത്തിക്കും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും നിർണായകം തന്നെയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ അറ്റ വിൽപ്പനയിൽ തന്നെയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ നിക്ഷേപത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതും വിപണിക്ക് മുന്നോട്ട് നിൽക്കുന്നതിന് സഹായമായി പ്രവർത്തിക്കും. മറ്റ് ഘടകങ്ങളൊന്നും തന്നെ ഇപ്പോൾ വിപണിയെ സ്വാധീനിക്കാൻ ആഭ്യന്തര തലത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള നീക്കമായിരിക്കും നമ്മുടെ വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്. ഇന്നെന്തായാലും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. നന്ദി ശ്രീ ദിലീപ്. സംസ്ഥാന സർക്കാരിന്റെ നവകേരള റെസ്പോൺസ് പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. ഈ മാസം 20-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായാണ് നവകേരള റെസ്പോൺസ്. 29-നാണ് ബജറ്റ്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, ഈ സർക്കാർ പ്രതിനിധികളായ സന്നദ്ധ പ്രവർത്തകർ സംസ്ഥാനത്ത് 85 ലക്ഷം വീടുകൾ സന്ദർശിച്ച് സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ആരായും. എനിക്ക് തോന്നുന്നു കേരളത്തിലെന്നല്ല രാജ്യത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സർക്കാർ ഇത്തരത്തിൽ ഈ ബഹുജന അഭിപ്രായം സ്വരൂപിക്കുന്നത്, അല്ലേ? തീർച്ചയായും ശ്രീജ, അത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിയുടെ ഒരു ഭാഗമായാണ് സർക്കാർ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു. അതായത് ഇത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സർക്കാർ ഒരു ഭാഗത്ത് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ ഇറങ്ങുന്നു. അതോടൊപ്പം പാർട്ടിയും മുന്നണിയും ജനങ്ങൾക്ക് ഗൃഹസന്ദർശനങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിലേക്ക് ആശയ സംവാദം സജ്ജമാക്കുന്നു. അതായത് പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തി 2026-നായി കച്ചമുറുക്കി രംഗത്തിറങ്ങുകയാണ്. അതിന്റെ തുടക്കം ഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നവകേരള റെസ്പോൺസ് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമുമായി ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഇതിന് എടുത്തു പറയുന്നത് 10 വർഷം കൊണ്ട് സംസ്ഥാനത്തിലുണ്ടായ വിവിധ മേഖലകളിലെ വികസന നേട്ടങ്ങളാണ് ഉയർത്തിക്കാട്ടുന്നത്. അതായത് ഇത്രയും കാലം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ്, ഉപഭോക്തൃ സംസ്ഥാനമായിരുന്നു കേരളമെങ്കിൽ ലോകത്തിന് മുന്നിൽ അങ്ങനെ അവതരിപ്പിച്ച കേരളത്തെ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റായി, അതായത് പ്രൊഡക്ടിവിറ്റിയുള്ള ഒരു സ്റ്റേറ്റായി കേരളത്തെ മാറ്റി. എല്ലാ മേഖലകളും, വിദ്യാഭ്യാസ മേഖല, വ്യാവസായിക മേഖല, ആരോഗ്യ മേഖലയിലടക്കം താഴെത്തട്ടിലടക്കം 10 വർഷം കൊണ്ട് സർക്കാർ എവിടെയൊക്കെയാണ് വികസനം, അത് ഓരോന്നും ജനങ്ങളിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ സർക്കാർ മറ്റൊരു കാര്യം കൂടി ലക്ഷ്യമിടുന്നുണ്ട്. അതായത് നിരവധി ജനക്ഷേമ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ 10 വർഷം. ഈ ജനക്ഷേമ പദ്ധതികളൊന്നും തന്നെ ജനങ്ങളിലേക്ക് വേണ്ട വിധം എത്തിയിട്ടില്ല എന്ന് ഈ തദ്ദേശ ജനവിധിയെ സർക്കാർ സംശയിക്കുകയാണ്. അതുകൊണ്ട് ഈ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ജനക്ഷേമ പദ്ധതികൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ, അവിടെ വീഴ്ച പറ്റിയിട്ടുണ്ടോ, ഇതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. എന്തായാലും ബജറ്റ് സമ്മേളനം, നിയമസഭാ സമ്മേളനം 20-ാം തീയതി ചേരുകയാണ്. 29-നാണ് സംസ്ഥാനത്തിന്റെ ബജറ്റ്. അതിനു മുന്നോടിയായി ജനങ്ങളിൽ അഭിപ്രായം സ്വരൂപിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ശരി അൻഫിൽട്ട്, എന്തായാലും സംസ്ഥാന സർക്കാരിന് നവകേരള റെസ്പോൺസ് പരിപാടിക്ക് ഇന്ന് തുടക്കമാവുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അൻഫിലിറ്റ് ഡിസൂസ. ഇന്ത്യ ജപ്പാനെ മറികടന്ന ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപനത്തിനെതിരെ കോൺഗ്രസ്. GDP-യിൽ കൃത്രിമം കാണിച്ചു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ
സർക്കാരിൻ്റെ ഒരു റിപ്പോർട്ട് വലിയ അഭിമാനത്തോടെയാണ് അവർ ഇത് അവതരിപ്പിച്ചത്. ഇനി 3 വർഷത്തിനകം 3ാം സ്ഥാനത്തേക്ക് എത്തും എന്നൊക്കെ അഭിമാനത്തോടെ പറയുമ്പോൾ അത് GDP-യിൽ കൃത്രിമം കാണിച്ചുണ്ടാക്കിയതാണെന്ന് കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ ആരോപണമായി ഉയർന്നു വരുന്നു. വലിയ പ്രത്യാരോപണങ്ങൾ പ്രതീക്ഷിക്കാമല്ലേ? ഷുജ, തീർച്ചയായും ജപ്പാനെ മറികടന്ന് 4ാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തിയതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി വളരെ അപകടകരമായ അവസ്ഥയാണ്. രൂപയുടെ മൂല്യം കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സമയത്താണ് ഇത്തരത്തിലൊരു നിലപാട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കണക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷേ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും പറയുന്നത് സാധാരണ രാജ്യങ്ങൾ ഉൽപാദനക്ഷമതയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ ഉപഭോഗ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് തെറ്റായ കാര്യമാണ് എന്ന് കോൺഗ്രസ് വിമർശിക്കുന്നു. അതേസമയം തന്നെ BJP അതിശക്തമായ നിലപാടുമായി കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നിലപാട് എല്ലാ കാലത്തും രാജ്യത്തെ വിദേശത്തും ഇന്ത്യയിലും വെച്ച് ആക്രമിക്കുക എന്നുള്ളതാണ്. അത് രാജ്യവിരുദ്ധ നിലപാടാണ്. ആ നിലപാട് ഇക്കാര്യത്തിൽ തുടരുന്നു. രാജ്യം സാമ്പത്തികമായി മുന്നോട്ട് പോകുന്നതിനെ എതിർക്കുക എന്ന് പറയുന്ന പ്രത്യേക അജണ്ടയുടെ ഭാഗമാണ്. ആ അജണ്ട ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് BJP ദേശീയ വക്താവ് ഷഹദാസ് പൂനെവാലിയ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ശ്രീജ, ഏതായാലും ഇത് വരും ദിവസങ്ങളിലും വലിയ ചർച്ചയിലേക്കും തർക്കങ്ങളിലേക്കും പോകും. ശരി പ്രശാന്ത്. ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ മാറിയുന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപനത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തുകയാണ്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു KK പ്രശാന്ത്. ഇനി കായിക വാർത്തകളിലേക്ക്. 2026 കായിക പ്രേമികൾക്ക് ആവേശത്തിന്റെ വർഷമാണ്. ഫുട്ബോൾ, ക്രിക്കറ്റ് ലോകകപ്പുകൾ മുതൽ ഏഷ്യൻ ഗെയിംസ് വരെ ഇടവേളകളില്ലാതെയാണ് മത്സരങ്ങൾ. പ്രധാന ഇവന്റുകളിൽ ഇറ്റലിയിലെ മിലാൻ കോർട്ടിന വിന്റർ ഒളിമ്പിക്സ് ഫെബ്രുവരിയിൽ നടക്കും. US, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലെ ഫിഫ പുരുഷ ലോകകപ്പ് ജൂൺ, ജൂലൈ മാസത്തിലാണ് നടക്കുന്നത്. ഗ്ലാസ്ഗോയിലെ കോമൺവെൽത്ത് ഗെയിംസ് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലും നടക്കുന്ന പുരുഷ T20 ലോകകപ്പും ഈ വർഷം ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ നടക്കും. ഒക്ടോബർ 31 മുതൽ നവംബർ 13 വരെയാണ് സെനഗലിലെ ഡാക്കറിൽ യൂത്ത് ഒളിമ്പിക്സ് നടക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.